പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നാം അതിൻ്റെ അവസാനത്തെ 2 കാര്യങ്ങൾ കൂടി പഠിക്കാൻ പോവുകയാണ്. ആദ്യം നാം പഠിച്ചത് പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു, വചനം ധ്യാനിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്തുതിയും ആരാധനയും. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് വേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്തുതിയും ആരാധനയും. നമ്മുടെ ഈ ശരീരത്തെ ബലപ്പെടുത്താൻ നാം ആഹാരവും വെള്ളവും എല്ലാം കൊടുക്കുന്നത് പോലെ തന്നെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ട ആഹാരമാണ് നാം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സ്തുതിയും ആരാധനയും. സങ്കീർത്തനങ്ങൾ 150 6 വാക്യം ഇപ്രകാരം പറയുകയാണ്: ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ജീവനുള്ള എന്തൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ അവരെല്ലാം എന്ത് ചെയ്യണം? യഹോവയെ സ്തുതിക്കണം. സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്നവനാണ് ദൈവം. നാം എവിടെയിരുന്ന് സ്തുതിക്കുന്നുവോ, എവിടെയിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുവോ അവിടെ ദൈവം ഇറങ്ങി വരും. ഇന്ന് ആരാധിക്കാനായിട്ട് നാം തയ്യാറായാൽ ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരികയും ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയും ചെയ്യും. സ്തുതിയോടെ ദൈവസന്നിധിയിലേക്ക് നാം എന്ത് ചെയ്യണം? പ്രവേശിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. നാം എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെ ചെല്ലണം, ആരാധനയോടെ ചെല്ലണം. പഴയ നിയമകാലത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കാളക്കിടാവിനെയോ കുറുമ്പ്രാവിനെയോ ഒക്കെ യാഗം കഴിച്ചാണ് അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു യാഗമാണ് എന്താ? സ്തുതി എന്ന യാഗം. നമുക്ക് കാളക്കിടാവിനെയോ അല്ലെങ്കിൽ കുറുപ്രാവിനെയോ ഒന്നും മേടിച്ച് അതിനെ യാഗം കഴിക്കേണ്ട കാര്യമില്ല. നാം എന്ത് ചെയ്യണം? നമ്മുടെ നാവിലൂടെ ദൈവത്തെ സ്തുതിക്കണം. ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. സ്തുതി വരുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം. പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടെ എന്ത് ചെയ്യണം? ദൈവത്തെ നാം ആരാധിക്കണം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് മറ്റൊന്നും കാണരുത്. നാമും നമ്മുടെ ദൈവവും മാത്രമായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ടത്. നാം ആരാധിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. സ്തുതിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. ദൈവവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ ഈ സ്തുതിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുമ്പോൾ ആദ്യം ആ ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന് കുറച്ചു നേരം ആരാധിക്കണം. എന്നിട്ട് ആ ദൈവസന്നിധിയിലിരുന്ന് വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചെയ്ത നന്മകൾക്ക് എന്ത് ചെയ്യണം? നന്ദി പറയണം. അടുത്തായിട്ട് നമുക്ക് നോക്കാം അനുസരണം. അനുസരണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാം അനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുസരണം നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലെങ്കിൽ നമുക്കൊരു നന്മയും നേടുവാൻ കഴിയത്തില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ദൈവത്തിൻ്റെ വചനം വായിക്കുക മാത്രമല്ല, അത് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് നടന്നാൽ നമ്മെ എന്ത് ചെയ്യും? സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അനുസരണ ഉണ്ടായിരിക്കണം. അനുസരണ എന്ന് പറയുന്നത് യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്.
നാം ദൈവവചനം അതിനകത്ത് എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ നാം നമ്മെ തന്നെ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അനുസരണ ജീവിതം എന്ന് പറയുന്നത് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നാം അനുസരണയുള്ളവരായിരിക്കണം. ദൈവം നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളിലേക്ക് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അനുസരണയുള്ളവരാണോ എന്ന് ദൈവം നോക്കും. അതുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത് ഈ അനുസരണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. ദൈവത്തോടുള്ള ആ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുന്നത് എന്താ? നാം അനുസരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നാം അനുസരണയുള്ളവരായിരിക്കണം, നാം പ്രാർത്ഥനയുള്ളവരായിരിക്കണം, വചനം വായിക്കുന്നവരായിരിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. അതുപോലെ സ്തുതിയും ആരാധനയും നമ്മളിൽ നിന്ന് പുറത്തു വരുന്നവരായിരിക്കണം, അനുസരണ ജീവിതമുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ളൊരു ആൾക്ക് ആ വ്യക്തിയുടെ ആത്മീക മനുഷ്യൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ പുറത്തു വരുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക്, ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല, ഒരു പ്രശ്നത്തിനും തളർത്തുവാൻ കഴിയത്തില്ല, ഒരു പ്രതികൂലങ്ങൾക്കും ആ വ്യക്തിയെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം നമ്മുടെ ആന്തരിക മനുഷ്യൻ എത്രത്തോളം ശക്തിപ്പെടുത്താവോ അത്രത്തോളം ശക്തിയോടെ ആന്തരിക മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ നാം ശ്രമിക്കണം. അതിനുവേണ്ടി ഇന്നു മുതൽ നാം നമ്മുടെ ജീവിതം ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസങ്ങളിൽ കേട്ടതുപോലെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയോടെ വചനം വായിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനുസരിച്ച് ഹല്ലേലൂയ സ്തോത്രം ആ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഇന്നത്തെ കാലത്ത് നമുക്കൊരു ക്രിസ്തീയ ജീവിതം വിജയകരമായി കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്താൻ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് ഈ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ.